ഹലോ മക്കളെ, നമ്മളിന്ന് സ്റ്റഡി ടൈമിൽ എടുക്കുന്നത് 3ാം ക്ലാസ്സിൻ്റെ EVSലുള്ള ക്രിസ്മസ് എക്സാമിൻ്റെ, അതായത് ഹാഫ് ഇയർലി എക്സാമിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുന്നതോടുകൂടെ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. അപ്പോൾ അതുവരെയുള്ള ഹാഫ് ഇയർലി എക്സാമിന് വരുന്ന ചാപ്റ്റേഴ്സൊക്കെ മക്കൾ നന്നായിട്ട് തന്നെ പഠിക്കുക. ചാപ്റ്റേഴ്സൊക്കെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. ആക്ടിവിറ്റി 1 വാട്ടർ ദ എലിക്സിർ ഓഫ് ലൈഫാണ്. അപ്പോൾ ഇവിടെ നല്ലൊരു പിക്ചർ തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആ ഒരു പിക്ചറിൻ്റെ ബേസ് ചെയ്തിട്ട് താഴെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒന്നാമതായിട്ട് എന്താ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്? ഇൻ ദ പിക്ചർ അപ്പു ആൻഡ് അമ്മു ആർ ഗോയിങ് ടു സ്കൂൾ. അപ്പോൾ ഈ ഒരു ചിത്രത്തിൽ അപ്പു അമ്മു സ്കൂളിലേക്ക് പോവുകയാണ്. ഓൺ ദ വേ അവർ പോകുന്ന വഴിയിൽ ദേ സോ ഡിഫറെൻറ്റ് സോഴ്സസ് ഓഫ് വാട്ടർ. അപ്പോൾ പല വിധത്തിലുള്ള സോഴ്സസ് ഓഫ് വാട്ടർ, വെള്ളം കിട്ടുന്ന സോഴ്സസ് കാണാനുണ്ട്. അപ്പോൾ ലിസ്റ്റ് ഔട്ട് ദ സോഴ്സസ് ഓഫ് വാട്ടർ ഇൻ ദ പിക്ചർ. അപ്പോൾ ഈ ഒരു പിക്ചറിലുള്ള വാട്ടർ സോഴ്സസ് ആണ് എഴുതേണ്ടത്, അല്ലാത്തത് എഴുതരുത് കേട്ടോ. അപ്പോൾ ചോദ്യം എന്താ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ വാട്ടർ സോഴ്സസിൻ്റെ പേരുകൾ ഇപ്പോൾ മക്കൾ പഠിച്ചിരിക്കണം. ഇതെന്നല്ല, നിങ്ങൾക്കറിയാവുന്ന അത്രയും പേരുകൾ പഠിച്ചിരിക്കുക. അപ്പോൾ ഏതാണ് ചോദിക്കാമെന്നറിയില്ല. അപ്പോൾ ഈ ഒരു ചിത്രത്തിൽ കാണുന്ന വാട്ടർ സോഴ്സസ് ഏതൊക്കെയാണ്? റിവർ ഉണ്ട്, പോണ്ട്, വെല്ല് അല്ലേ. ആക്ടിവിറ്റി 1 തന്നെ ക്വസ്റ്റ്യൻ ബി ആണ്. വാട്ടർ ഈസ് എസെൻഷ്യൽ ഫോർ ഓൾ ഓർഗാനിസംസ് ഇൻ നേച്ചർ. പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങൾക്കും വെള്ളം ആവശ്യമാണ്. വാട്ട് ആർ ദ യൂസസ് ഓഫ് വാട്ടർ? അപ്പോൾ വെള്ളം എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത്? എന്തൊക്കെയാണ് വെള്ളത്തിൻ്റെ യൂസസ്? റൈറ്റ് ദം ഡൗൺ. അപ്പോൾ താഴെ എഴുതാനാണ്. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ സോഴ്സസ് ഓഫ് വാട്ടർ അല്ലേ, അത് പഠിക്കണം. പിന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ ചോദ്യം എന്താ? യൂസസ് ഓഫ് വാട്ടർ അല്ലേ. അപ്പോൾ ഒരുപാട് യൂസസ് ഉണ്ട് അല്ലേ വെള്ളം കൊണ്ട്. അപ്പോൾ നമുക്ക് ഫോർ വാഷിംഗ്, ഫോർ ബാത്തിങ്, ഫോർ കുക്കിംഗ്, ഫോർ ഡ്രിങ്കിങ്, ഫോർ ക്ലീനിങ്, അങ്ങനെ ഒരുപാടുണ്ട്. മക്കൾ കുറച്ചെണ്ണം പഠിച്ചു വെക്കുക കേട്ടോ. സ്പെല്ലിംഗ് ഒക്കെ തെറ്റാതെ പഠിച്ചു വെക്കണേ. ഇനി ആക്ടിവിറ്റി 2 ആണ് ഹെൽത്ത് ആൻഡ് ഹൈജീൻ, ആരോഗ്യവും വൃത്തിയും. അപ്പോൾ ഇവിടെ എന്താ തന്നിട്ടുള്ളത്? ഒരു ചിത്രം തന്നിട്ടുണ്ട് അല്ലേ. ഒരു അടുക്കളയുടെ ചിത്രമാണ്, ഒരു കിച്ചണിൻ്റെ ചിത്രമാണ്. അമ്മു ആൻഡ് അച്ചു വെൻറ്റ് ഓൺ എ ടൂർ. അമ്മു അച്ചുവും കൂടെ ഒരു ടൂറ് പോവാണ്. ഓൺ ദ വേ, പോകുന്ന വഴിക്ക് ദേ സോ എ ഹോട്ടൽ. അവർ ഹോട്ടൽ കാണുകയാണ്, ഒരു ഹോട്ടൽ കാണുകയാണ്. എ സീൻ ഫ്രം ദ കിച്ചൺ ഓഫ് ദ ഹോട്ടൽ ഈസ് ഗിവൺ ബിലോ. അപ്പോൾ അവർ കണ്ട അവിടുത്തെ കിച്ചണിൻ്റെ ഫോട്ടോ ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കണ്ടോ? അപ്പോൾ താഴെ എന്താണ് ചോദിച്ചിട്ടുള്ളത്? വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ അബൌട്ട് ഹാവിങ് ഫുഡ് ഫ്രം സച്ച് എ ഹോട്ടൽ? അപ്പോൾ ഇതുപോലെ അടുക്കളയുള്ള, കിച്ചണുള്ള ഒരു ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നതിനെ പറ്റിയിട്ട് മക്കളുടെ അഭിപ്രായം എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? തീരെ വൃത്തിയില്ലാത്തൊരു കിച്ചണാണല്ലേ. നായയുണ്ട്, എലിയുണ്ട്, മൊത്തത്തിൽ തീരെ വൃത്തിയില്ല. നിലത്ത് വെച്ചിട്ടാണല്ലേ. എലി ഇതാ അവർ ഭക്ഷണ പാത്രത്തിൽ തൊടുക വരെ ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇത്തരത്തിൽ വൃത്തിയില്ലാത്തൊരു ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ നമുക്ക് അത് എന്താണ്, നമ്മുടെ ആരോഗ്യത്തെ സാരമായിട്ട് തന്നെ ബാധിക്കും അല്ലേ. നമുക്ക് പല രോഗങ്ങളും ഉണ്ടാവും. അപ്പോൾ നമുക്ക് എഴുതാം, ഈറ്റിംഗ് ഫുഡ് ഫ്രം സച്ച് എ ഹോട്ടൽ ഈസ് നോട്ട് ഗുഡ് ഫോർ അവർ ഹെൽത്ത്. ഇതുപോലെയുള്ള ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നത് നമുക്ക് ആരോഗ്യത്തിന് നല്ലതല്ല. ബിക്കോസ് ദിസ് കിച്ചൺ ഈസ് വെരി ഡേർട്ടി. കാരണം എന്താ വെച്ചാൽ ഈ ഒരു കിച്ചൺ, അടുക്കള വളരെ വൃത്തികേടായിട്ടാണ് ഇരിക്കുന്നത്. വി ക്യാൻ സീ ഡോഗ്സ് ആൻഡ് റാറ്റ്സ് ഇൻ ദ കിച്ചൺ. എലികളെയും നായയെയും ഒക്കെ നമുക്ക് അവിടെ കാണാം. ദ നീഡ് ദ ഡഫ് ഓൺ ദ ഫ്ലോർ അല്ലേ. അവർ കുഴയ്ക്കുന്നതൊക്കെ നിലത്ത് വെച്ചിട്ടാണ്. ദേ ആർ ഫ്ലൈസ് ആൻഡ് മോസ്കിറ്റോസ് ഇൻ ദർ. അവിടെ ഈച്ചയും കൊതുകും ഒക്കെ പറക്കുന്നതായിട്ട് നമുക്ക് കാണാം. റാറ്റ്സ് ടച്ച് ദ പ്രിപ്പയർ ഫുഡ്. അപ്പോൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഫുഡിൽ എലി ടച്ച് ചെയ്യുന്നുണ്ട്. ഇഫ് വി ഈറ്റ് ഫുഡ് ഫ്രം സച്ച് എ ഹോട്ടൽ വി ആർ ഡെഫിനറ്റ്ലി ഗോയിങ് ടു ഗെറ്റ് സിക്ക്. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒരു ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അസുഖങ്ങൾ വരും. ഇനി ആക്ടിവിറ്റി 2 തന്നെ ക്വസ്റ്റ്യൻ ബി ആണ്. വിച്ച് ഡിസീസസ് ആർ ലൈക്ലി ടു സ്പ്രെഡ് ഇഫ് വി ടേക്ക് ഫുഡ് ഫ്രം ദിസ് ഹോട്ടൽ. അപ്പോൾ നമ്മളൊരു പക്ഷേ അങ്ങനത്തെ ഹോട്ടലിൽ നിന്ന് അറിയാതെ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ നമുക്ക് എന്തെല്ലാം രോഗങ്ങളാണ് വരിക? ഈച്ച പരത്തുന്നതും കൊതുക് പരത്തുന്നതും അതുപോലെ തന്നെ എന്താണ്, എലി വഴിയില്ലേ, അതൊക്കെയുള്ള രോഗങ്ങൾ നമുക്ക് ഉണ്ടാകും. അപ്പം നമുക്ക് ഏതൊക്കെ രോഗങ്ങളുടെ പേര് എഴുതാം? അപ്പം നമ്മൾ എന്ത് ചെയ്യുക? ഈച്ച വഴി ഉണ്ടാകുന്ന രോഗങ്ങളെ പേര് പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ കൊതുക് പരത്തുന്ന രോഗങ്ങളുടെ പേര് പഠിക്കുക. എലി പരത്തുന്നത്, വെള്ളത്തിലൂടെ പകരുന്നത്, അങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അങ്ങനത്തെ രോഗങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കട്ടെ. ഈ ഒരു ക്വസ്റ്റ്യനിലൂടെ നിങ്ങൾക്ക് അത്രയും മനസ്സിലാക്കാം. അതായത് ഏതാ വരിക എന്ന് പറയാൻ പറ്റൂല കേട്ടോ. അപ്പോൾ ഏത് ചോദിച്ചാലും ഉത്തരം എഴുതാൻ കിട്ടണം. അപ്പം നമുക്ക് ഇവിടെ എന്തൊക്കെ എഴുതാം?
ഫ്രം റാറ്റ്സ് അല്ലേ, എലിയിൽ നിന്ന് കിട്ടുന്നവ എന്തൊക്കെ രോഗങ്ങളാണ്? ലെപ്റ്റോസ്പിറോസിസ്, അതുപോലെ തന്നെ റാറ്റ് ഫീവറുമാണ്. പിന്നെ മൊസ്കിറ്റോസ്, കൊതുകിൽ നിന്ന് വരുന്നത് മലേറിയ, ഡെങ്കി ഫീവർ, ചിക്കൻ ഗുനിയ. പിന്നെ ഹൗസ് ഫ്ലൈസ്, ഈച്ചയിൽ നിന്ന് വരുന്നത് ടൈഫോയിഡ്, കോളറ, ലെപ്രോസി. അടുത്തത് അതിൽ തന്നെയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പ്രിപ്പയർ എ പോസ്റ്റർ ഓൺ എൻവയോൺമെൻറ്റൽ ഹൈജീൻ ടു ബി പേസ്റ്റഡ് ഓൺ ദ സ്കൂൾ ആൻഡ് ഇറ്റ്സ് സറൗണ്ടിങ്സ്. അപ്പോൾ മക്കളുടെ സ്കൂളിലും പരിസരത്തും ഒക്കെ ആയിട്ട് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് എൻവയോൺമെൻറ്റൽ ഹൈജീൻ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പോസ്റ്റേഴ്സ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഞാനിവിടെ കുറച്ച് പോസ്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ, യൂട്യൂബിൽ നിന്നും സ്ക്രീൻഷോട്ട് എടുത്തതാണ്. അപ്പോൾ മക്കൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് സിമ്പിളായിട്ടുള്ള പോസ്റ്റേഴ്സൊക്കെ നോക്കി വെക്കുക. പിന്നെ ആക്ടിവിറ്റി 3, ലെറ്റ്സ് ഫിൽ ദ ഗ്രാനറി. As part of the Onam Sadhya, the school arranged a program titled Granary Filling with the help of parents and students. The box below show the collected items. സ്കൂളിൽ ഓണപരിപാടിയുടെ ഭാഗമായിട്ട് ഓണസദ്യ ഒരുക്കുന്നതിൽ അവരുടെ ഒരു പരിപാടിയുടെ പേര് അവരിട്ടിരിക്കുന്നത് ഗ്രാനറി ഫില്ലിംഗ് എന്നാണ് കേട്ടോ. ആ ഒരു പരിപാടിയിലേക്ക് സ്റ്റുഡൻസും പാരൻസും ടീച്ചേഴ്സും എല്ലാവരും കൂടെ കളക്ട് ചെയ്ത ഫുഡ് ഐറ്റംസ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ താഴെ നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഒബ്സർവ് ദ പിക്ചർ ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഇൻ ദ ടേബിൾ വിത്ത് സ്യൂട്ടബിൾ ഐറ്റംസ്. അപ്പോൾ ഇവിടെ നമുക്ക് പല കാറ്റഗറീസ് ഫുഡിൻ്റെ പല വിധങ്ങൾ തന്നിട്ടുണ്ട് അല്ലേ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? സിറിയൽസ്, വെജിറ്റബിൾസ്, പൾസസ്, ട്യൂബേഴ്സ്, ലീഫി വെജിറ്റബിൾസ്. അപ്പോൾ നമ്മൾ ചിത്രത്തിൽ നോക്കിയിട്ട് അതിൽ ഏതാണ് മാച്ച് വെച്ചിട്ട് താഴോട്ട് എഴുതാനാണ്. അപ്പം ആദ്യം സിറിയൽസ് ഏതാണ്? വീറ്റ് തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് എന്തെഴുതാം? റൈസ് എഴുതാം അല്ലേ. പിന്നെ വെജിറ്റബിൾസിലോ ലേഡീസ് ഫിംഗർ തന്നിട്ടുണ്ട്, നമുക്ക് എന്തെഴുതാം? ബ്രിഞ്ചൽ എഴുതാം. പൾസസിൽ ബംഗാൾ ഗ്രാം തന്നിട്ടുണ്ട്, പിന്നെയോ റെഡ് ഗ്രാം എഴുതാം. പിന്നെ ട്യൂബേഴ്സിലോ ടാപ്പിയോക്ക, കൊളക്കേഷ്യ അല്ലേ. പിന്നെ ലീഫി വെജിറ്റബിൾസിൽ മുരിങ്ങ ലീവ്സ് തന്നിട്ടുണ്ട്, പിന്നെ നമുക്ക് സ്പിനാച്ചും കൂടെ എഴുതാം. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? സിറിയൽസിനും വെജിറ്റബിൾസിനും പൾസസിനും ട്യൂബേഴ്സിനും ലീഫി വെജിറ്റബിൾസിനും ഒക്കെ ഒരു 4-5 എക്സാമ്പിൾസ് എന്നെങ്കിലും പഠിച്ചു വെക്കുക കേട്ടോ. ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് എക്സാമിന് അത് നിർബന്ധമായിട്ടും ചോദിക്കും. അടുത്തത് ആക്ടിവിറ്റി 5 ആണ്, ലൈഫ് സൈക്കിൾ. Appu is busy with pasting pictures showing different stages in the life cycle of a butterfly. ബട്ടർഫ്ലൈക്ക് ഒരുപാട് സ്റ്റേജസിലൂടെയാണ് അല്ലേ ബട്ടർഫ്ലൈൻ്റെ ലൈഫ് സൈക്കിൾ പറയുന്നത്. മക്കൾ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അത് പേസ്റ്റ് ചെയ്യുന്ന തിരക്കിലാണ്. പെട്ടെന്നാണ് അപ്പൂസ് കാറ്റ് കെയിം. അപ്പൂവിൻ്റെ പൂച്ച അവിടേക്ക് വന്ന് ദ കാറ്റ്സ് ടെയിൽ ഹിറ്റ് അറ്റ് ദ പിക്ചേഴ്സ് ആൻഡ് ഓൾ ഓഫ് ദം ഫെൽ ഡൗൺ. അവൻ്റെ ആ ഒട്ടിക്കാൻ വെച്ചിട്ടുള്ള പിക്ചേഴ്സൊക്കെ താഴെ വീണു അല്ലേ. അപ്പോൾ അതിൽ നമുക്ക് താഴെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഒബ്സർവ് ദ പിക്ചേഴ്സ് ആൻഡ് കംപ്ലീറ്റ് ദ ലൈഫ് സൈക്കിൾ ഓഫ് ദ ബട്ടർഫ്ലൈ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? ബട്ടർഫ്ലൈൻ്റെ ലൈഫ് സൈക്കിൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കുക. അപ്പോൾ ബട്ടർഫ്ലൈസിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് എന്താണ്? എഗ്ഗാണ് അല്ലേ, മുട്ടയാണ്. പിന്നെയോ വേമാണ്, മുട്ട പുഴുവായി മാറുന്നു. പിന്നെ വേം പ്യൂപ്പയായി മാറുന്നു. പ്യൂപ്പയാണ് 4th സ്റ്റേജ് ബട്ടർഫ്ലൈ ആയിട്ട് മാറുന്നത്. ഇതിൽ ക്വസ്റ്റ്യൻ ബി ആണ്. ദ നമ്പർ ഓഫ് ഡാൻസിങ് ആൻഡ് ഫ്ലഡറിങ് ബട്ടർഫ്ലൈസ് ആർ ഡിക്രീസിങ് ഡേ ബൈ ഡേ. അപ്പോൾ ബട്ടർഫ്ലൈസിൻ്റെ എണ്ണം ഡേ ബൈ ഡേ ഓരോ ദിവസം കഴിയും തോറും കുറഞ്ഞ് വരികയാണ്. ഫൈൻഡ് ഔട്ട് ദ റീസൺസ്. അപ്പോൾ എന്താണ് അതിന് കാരണം? ആൻഡ് റൈറ്റ് എ നോട്ട് ഓൺ ദ ഇമ്പോർട്ടൻസ് ഓഫ് പ്രൊട്ടക്റ്റിംഗ് ബട്ടർഫ്ലൈസ്. അപ്പോൾ നമ്മൾ ബട്ടർഫ്ലൈസിനെ സംരക്ഷിക്കേണ്ടതിൻ്റെ ഇമ്പോർട്ടൻസും കൂടെ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ബട്ടർഫ്ലൈസിൻ്റെ എണ്ണം കുറയാനുള്ള കാരണം എന്ന് പറയുന്നത് ഡ്യൂ ടു ദ യൂസ് ഓഫ് പെസ്റ്റിസൈഡ്സ് ആൻഡ് എക്സസീവ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ദ നമ്പർ ഓഫ് ബട്ടർഫ്ലൈസ് അറൗണ്ട് us ഈസ് ഡിക്രീസിങ്. അമിതമായിട്ടുള്ള കീടനാശിനികളുടെയും രാസവളങ്ങളുടെയും ഒക്കെ ഉപയോഗം മൂലം നമുക്ക് ചുറ്റുമുള്ള ബട്ടർഫ്ലൈസിൻ്റെ എണ്ണം കുറഞ്ഞു വരികയാണ്. ഇനി ദ ഇമ്പോർട്ടൻസ് ഓഫ് പ്രൊട്ടക്റ്റിംഗ് ബട്ടർഫ്ലൈസ് ആണെങ്കിലോ ഇറ്റ് റിഡ്യൂസസ് ദ ബ്യൂട്ടി ഓഫ് അവർ നേച്ചർ. അത് നമ്മുടെ പ്രകൃതിയുടെ ഭംഗി കുറയ്ക്കുന്നു. മോറോവർ മാത്രമല്ല ദ എക്സ്റ്റൻഷൻ ഓഫ് ദ സ്പീഷീസ് ദാറ്റ് ഡിപ്പെൻഡ് ഓൺ ദ ബട്ടർഫ്ലൈ ഓൾസോ അക്കേഴ്സ്. എന്താണ്? ചിത്രശലഭത്തെ അല്ലേ, പൂമ്പാറ്റയെ ആശ്രയിച്ച് ജീവിക്കുന്ന ജീവജാലങ്ങളുടെ വംശനാശവും സംഭവിക്കുന്നുണ്ട്. ഇനി ആക്ടിവിറ്റി 6 ആണ്, എയർ ഇൻസൈഡ് ദ സോയിൽ.
അപ്പോൾ മണ്ണിൽ എയർ ഉണ്ടോ എന്നുള്ളതിൻ്റെ ഒരു പരീക്ഷണമാണ്, എക്സ്പെരിമെൻ്റാണ് ഇവിടെ നടത്തുന്നത്. അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ, പാഠപുസ്തകത്തിൽ പഠിച്ചിട്ടുണ്ട്. പിന്നെ സോയിലിൽ വാട്ടർ ഇൻ ദ സോയിൽ, ബയോമാസ് ഇൻ ദ സോയിൽ, എയർ ഇൻ ദ സോയിൽ അല്ലേ, മണ്ണിൽ ഏതൊക്കെ ഈ ഘടകങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ 3 എക്സ്പെരിമെൻറ്റ് മക്കൾ നോക്കി വെക്കുക. ഏത് എക്സ്പെരിമെൻ്റ് ആണ് ചോദിക്കുക എന്നറിയില്ല കേട്ടോ. അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ളത് എയർ ഇൻസൈഡ് ദ സോയിലാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് മണിക്കുട്ടി ഈസ് ഡൂയിങ് ആൻ എക്സ്പെരിമെൻറ്റ് ടു ചെക്ക് വെദർ എയർ ഈസ് പ്രസൻറ്റ് ഇൻ ദ സോയിൽ. പ്രിപ്പയർ ദ എക്സ്പെരിമെൻറ്റ് നോട്ട് ഫോളോയിങ് ദ ഗിവൺ സ്റ്റെപ്സ്. അപ്പം എക്സ്പെരിമെൻറ്റ് നോട്ട്സ് ഒക്കെ നമ്മൾ ക്ലാസ്സിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ക്ലാസ്സൊക്കെ വേണ്ടിയവർ ക്ലാസ് 3VS എന്നുള്ളത് നോക്കുക കേട്ടോ. ഏതാ ചാപ്റ്ററിൻ്റെ വാട്ടർ ആൻഡ് സോയിലല്ല, അപ്പോൾ ആ ഒരു ചാപ്റ്ററിൻ്റെ പേരടിച്ച് നോക്കുക. പിന്നെ ഇതിൽ എന്താ തന്നിട്ടുള്ളത്, മെറ്റീരിയൽസ് റിക്വയർഡ് ഫോർ ദ എക്സ്പെരിമെൻറ്റിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഗ്ലാസ്, വാട്ടർ, ക്ലേ. ഇനി നമുക്ക് അടുത്തത് അടുത്തത് ബാക്കിയായിട്ട് എഴുതാം അല്ലേ, അതിൻ്റെ വഴിയായിട്ട് തന്നെ നമുക്ക് എഴുതാം. ആദ്യം നമുക്ക് എക്സ്പെരിമെൻറ്റ് മെത്തേഡ് എഴുതണം. ഇതൊക്കെ ടെക്സ്റ്റിലുണ്ട് കേട്ടോ. ടേക്ക് സം ഡ്രൈഡ് ക്ലംസ് ഓഫ് സോയിൽ, ടേക്ക് സം വാട്ടർ ഇൻ എ ഗ്ലാസ് ആൻഡ് പുട്ട് ദ സോയിൽ ക്ലംസ് ഇൻ ഇറ്റ്. വാട്ട് ഈസ് ഹാപ്പനിങ്? റൈറ്റ് ദ ഫൈൻഡിങ്സ്. ആദ്യം കുറച്ച് ഉണങ്ങിയ മണ്ണെടുക്കുക, എന്നിട്ട് ഒരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലിങ്ങനെ മണ്ണുകൾ ഇടുക. എന്നിട്ട് എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്ക്. കുറച്ചായിട്ട് മണ്ണിങ്ങനെ ഇടുക, എന്നിട്ട് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് എഴുതുക കേട്ടോ. അപ്പം നമുക്ക് ഒബ്സർവേഷൻ എന്താണ്? വി ക്യാൻ സീ ബബിൾസ് ഇൻ ദ ഗ്ലാസ് അല്ലേ, ഗ്ലാസ്സിൽ നിന്ന് ബബിൾസ് വരുന്നതായിട്ട് നമുക്ക് കാണാം. അങ്ങനെയെങ്കിൽ ഫൈൻഡിങ്സ് എന്താണ് മക്കളെ? എയർ എക്സിസ്റ്റ് ഇൻ ദ സോയിൽ അല്ലേ, മണ്ണിൽ എന്തുണ്ട്? എയർ ഉണ്ട്. അപ്പോൾ മക്കളെ ഇത്രയുമാണ് എക്സാമിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻസ് കേട്ടോ. അപ്പോൾ മക്കൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഇത് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഞാൻ ഇതിൽ പറഞ്ഞ പോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അതേപോലെയുള്ള മറ്റ് ക്വസ്റ്റ്യൻസും കൂടെ പഠിച്ചു വെക്കുക കേട്ടോ. ഏതും ചോദിക്കാം, മോഡൽ മാത്രമാണ് ഇത്. അപ്പോൾ മക്കൾക്ക് ക്ലാസ് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സ്റ്റഡി ടൈമിൻ്റെ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.